മഞ്ഞളിനെക്കുറിച്ചാണ് ഇന്ന് കൃഷിദർശൻ ചർച്ച ചെയ്യുന്നത്. അതെ, നമ്മുടെ സാധാരണ മഞ്ഞൾ. ആ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? അന്വേഷിച്ചു ചെന്നാൽ നമുക്ക് അത്ഭുതം തോന്നും. പോരാ, അത്യത്ഭുതം തോന്നും. സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യരക്ഷയ്ക്കും പേരുകേട്ട മഞ്ഞൾ പല മഹാരോഗങ്ങൾക്കും സിദ്ധൌഷധമത്രേ. ആധികാരികമായ ശാസ്ത്രീയ പഠനങ്ങളാണ് ഈ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേ നാം മനസ്സിലാക്കൂ, വ്യത്യസ്തനായ ഈ മഞ്ഞളിനെ സത്യത്തിൽ നമ്മളാരും തിരിച്ചറിഞ്ഞില്ല എന്ന്. ഇനി കാര്യത്തിലേക്ക് വരാം. കുർക്കുമ ലോങ്ക എന്നാകുന്നു മഞ്ഞളിൻ്റെ കുടുംബപ്പേര്. ഇതിൻ്റെ ചരിത്രമാകട്ടെ ഏകദേശം 4000 വർഷങ്ങൾക്കു പിറകിൽ വേദകാലഘട്ടങ്ങൾ മുതൽ നമുക്ക് വായിച്ചെടുക്കാനാകും. BC 600-ാം നൂറ്റാണ്ടിലെ അസീറിയൻ ചികിത്സാ ശാസ്ത്രലിഖിതങ്ങളിലും മഞ്ഞളിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതായി കാണുന്നു. പാശ്ചാത്യ സംസ്കൃതിയിലും പൗരസ്ത്യ സംസ്കൃതിയിലും മഞ്ഞളിൻ്റെ ഗുണഗണങ്ങൾ ഒരേപോലെ മാനിക്കപ്പെടുന്നു. ഇന്ത്യൻ മഞ്ഞളിൻ്റെ ഓറഞ്ച് മഞ്ഞ അഥവാ കാവി നിറമാണ് യഥാർത്ഥത്തിൽ മഞ്ഞളിന് കുർക്കുമ എന്ന തറവാട്ടുപേര് നൽകിയത്. അറബിയിൽ കുർക്കുമ എന്നാൽ കാവി നിറം എന്നർത്ഥം. ലോകസഞ്ചാരികളും വ്യാപാരികളുമായ അറബികളുടെ വിവരണത്തിൽ നിന്നാണ് യൂറോപ്യൻ മഞ്ഞളിന് കുർക്കുമ എന്ന ലത്തീൻ രൂപാന്തരം കണ്ടെത്തിയത്. കാവി നിറത്തെ സൂചിപ്പിക്കുന്ന കുങ്കുമം എന്ന വാക്കിനെ മറുനാടൻ കാതിനാൽ കേൾക്കുകയും നാക്കിനാൽ പറയുകയും ചെയ്തപ്പോൾ വന്നുചേർന്ന രൂപാന്തരവുമാകാം ഇത്. ഇതിനു പുറമെ ഗോൾഡൻ സ്പൈസ് അഥവാ സുവർണ സുഗന്ധവിള എന്ന താരപദവിയിലും മഞ്ഞളിന് തെല്ലഹങ്കാരമുണ്ട്. പരമ്പരാഗതമായി തന്നെ ഗൃഹവൈദ്യത്തിലും നാട്ടുവൈദ്യത്തിലും സുപരിചിതമായ ഒരു പേരാണ് മഞ്ഞളിൻ്റേത്. ആയുർവേദം ശാസ്ത്രീയമായി തന്നെ ഹരിദ്ര അഥവാ ശർവരി എന്നീ പേരുകളിൽ സംസ്കൃതക്കാർ വിളിക്കുന്ന മഞ്ഞളിൻ്റെ ഔഷധഗുണം തിരിച്ചറിയുകയും വിവിധ ചികിത്സാക്രമങ്ങളിൽ ചേരുവയാക്കുകയും ചെയ്തിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രവും മഞ്ഞളിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാനും അംഗീകരിക്കാനും മടിക്കുന്നില്ല. മഞ്ഞളിലെ പ്രധാന ഘടകമായ കുർക്കുമിൻ നല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് സുപ്രധാനമായ പല അടിസ്ഥാന ശാരീരിക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നീർക്കെട്ടിനും വീക്കത്തിനും പഴുപ്പുകൾക്കും ഔഷധമാണ്. ഹിസ്റ്റമിൻ്റെ നിരക്ക് കുറച്ച് കോർട്ടിസോണിൻ്റെ അളവ് കൂട്ടുന്നതുവഴിയാണ് ഇത് സാധ്യമാകുന്നത്. കൂടാതെ കരളിനെ വിഷാംശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ക്യാൻസറിനെ പ്രതിരോധിക്കുവാനും മഞ്ഞളിന് ശക്തിയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഗവേഷണ പഠനങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും മഞ്ഞൾ ചരിതം പറഞ്ഞു കഴിയുമ്പോൾ ഒപ്പം ചേർത്തു പറയേണ്ട ഒരു പേര് കേരളത്തിലുണ്ട്. തൃശൂർകാരനായ സലീം കാട്ടകത്ത് എന്ന ജൈവ കർഷകന്റെ പേരാണത്. എത്ര പറഞ്ഞാലും തീരാത്ത ഒരാവേശമാണ് സലീമിന് മഞ്ഞൾ. മഞ്ഞളിന്റെ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ് അദ്ദേഹം. ഈ സുഗന്ധവിളയുടെ കൃഷി, ഔഷധമൂല്യം, ആരോഗ്യസംബന്ധമായ പ്രാധാന്യം, ചികിത്സാവിധികൾ എന്നിങ്ങനെ ഏതു വിഷയവുമാകട്ടെ സവിസ്തരം വിവരിക്കാൻ സന്നദ്ധനാണ് ഈ കർഷകൻ.
കഠിനമായ ഒരു രോഗാവസ്ഥയാണ് തന്നെ മഞ്ഞളുമായി അടുപ്പിച്ചത് എന്ന് സലീം ഓർക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഹെർപ്പിസ് രോഗത്താൽ വലഞ്ഞപ്പോൾ മഞ്ഞളായിരുന്നു രക്ഷയായത്. ഞാൻ മഞ്ഞൾ കൃഷിയിൽ വരാനുണ്ടായ കാരണം 4 വർഷത്തിന് മുൻപ് എനിക്ക് വലിയൊരു അസുഖമുണ്ടായിരുന്നു. ആ അസുഖം 2 ആസ്പത്രികളിൽ പോയി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞിട്ടും എനിക്ക് അതിൽ നിന്ന് കാര്യമായ മോചനമൊന്നും കിട്ടിയില്ല. പഴുപ്പ് ഹെർപ്പിസ് എന്ന് പറയുന്നൊരു അസുഖമായിരുന്നു. അങ്ങനെ ഇരിങ്ങാലക്കുടയിലുള്ള ഒരു ആയുർവേദ വിദഗ്ധൻ വന്ന് ഞാനായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് കാണുകയും എൻ്റെ മഞ്ഞൾ തോട്ടം കണ്ട്, അന്ന് കാര്യമായിട്ട് ഇത്രത്തോളം വിപുലീകരിച്ച മഞ്ഞൾ കൃഷി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ അസുഖത്തിനുള്ള പ്രതിവിധി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നാടൻ മഞ്ഞൾ നിങ്ങൾ നന്നായിട്ട് കഴിക്കുക, അതിൽ നെല്ലിക്ക കൂടി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം ഷുഗർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 2 മാസം കഴിച്ചപ്പോൾ അല്പം കുറവ് കിട്ടി. ശരീരത്തിലാകെ വ്രണങ്ങളാകലായിരുന്നു എൻ്റെ അസുഖം. അത് വളരെ കുറവ്. ഹെർപ്പിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കേവലം 2 മാസം 6 മാസമായി, 6 മാസം 1 വർഷമായി, 2 വർഷം ആയി. ഇപ്പോൾ എനിക്ക് ഷുഗർ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇല്ല. ഷുഗർ വളരെ കുറവാകുകയും അതേപോലെ തന്നെ ശരീരത്തിന് നെല്ലിക്കയിൽ കഴിക്കുകയാണ്. ഒരു ദിവസത്തിൽ 4 നെല്ലിക്ക എടുത്ത് 5 ഗ്രാം മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് ദിവസവും കഴിക്കുക. എനിക്കിപ്പോൾ 67 വയസ്സുണ്ട്. ഇപ്പോൾ കൃഷിയിടത്തിൽ പോയി എൻ്റെ കഴിവനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ഇത് വെച്ചിട്ട് കൈക്കോട്ടെടുത്ത് കൈകാര്യമായിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. അല്ലാതെ കണ്ടിട്ട് കൃഷിയിൽ വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ മഞ്ഞൾ എന്ന പേരിൽ മാർക്കറ്റിൽ ലഭ്യമായത് എന്തും ഫലം തരില്ല എന്നും ഈ അനുഭവസ്ഥൻ മുന്നറിയിപ്പ് തരുന്നു. കുർക്കുമിൻ എന്ന സുപ്രധാന ഔഷധാംശം വേർതിരിച്ചെടുത്ത ശേഷമുള്ള നിലവാരം കുറഞ്ഞ ഉൽപ്പന്നമാണ് അങ്ങാടിയിൽ പലപ്പോഴും വിൽപ്പനയ്ക്ക് വരുന്നത് എന്നും സലീം ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥ ഫലം കിട്ടുവാൻ കുർക്കുമിൻ ചോർത്തിയെടുക്കാത്ത നല്ല ജൈവ മഞ്ഞൾ തന്നെ വേണം എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് തൻ്റെ 1 ഏക്കർ പുരയിടത്തിലും 2 ഏക്കറോളം വരുന്ന പറമ്പിലും മഞ്ഞൾ കൃഷി നടത്തുന്നത്. ഇപ്പോൾ ഞാനീ നിൽക്കുന്ന സ്ഥലം വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ പൈങ്ങോട് എന്ന് പറയുന്ന യൂണിവേഴ്സൽ കോളേജിൻ്റെ പരിസരത്താണ്. 2 ഏക്കറയിലാണ് ഞാൻ ജൈവ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ തറവാട്ടുവക സ്വത്താണ്. ഇപ്പോൾ ഞാനിതിൽ ചെയ്തിട്ടിരിക്കുന്ന കൃഷി പ്രദീപ എന്ന് പറയുന്ന ഒരൈറ്റം വിത്താണ്. കഴിഞ്ഞ തവണ മഞ്ഞൾ, കൊള്ളി, വാഴയെല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ മഞ്ഞൾ എൻ്റെത് വളരെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം ലാസായിപ്പോയി. ഇത്തവണ അനുകൂല കാലാവസ്ഥ വന്നതിൻ്റെ പേരിൽ എനിക്ക് കാര്യമായ ബുദ്ധിമുട്ടൊന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എല്ലാം ഇനി വിളവെടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വിട്ടുവീഴ്ചകളില്ലാത്ത ജൈവ കൃഷി രീതിയാണ് സലീമിൻ്റേത്. നിലമൊരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നതുവരെയുള്ള കാലയളവിൽ കടുകിട തെറ്റാത്ത ആസൂത്രണമുണ്ട്. ജൈവ രീതികളുടെ സൂക്ഷ്മവും സശ്രദ്ധവുമായ പ്രയോഗരീതികളുമുണ്ട്. കോഴിക്കോട്ടെ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പ്രതിഭ എന്ന ഇനമാണ് ഇത്തവണ പരീക്ഷിച്ചിരിക്കുന്നത്. നല്ല പുഷ്ടിയോടെ തഴച്ചു വളർന്നു നിൽക്കുന്ന ഈ തോട്ടം സലീമിന്റെ ജൈവ കൃഷിയുടെ വിജയത്തിന് പ്രത്യക്ഷ സാക്ഷ്യമാണ്. ഒരു തകർപ്പൻ വിളവ് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മെയ് മാസത്തിലാണ് ഇതിൻ്റെ വിത്തിറക്കൽ. മെയ് മാസത്തിൽ വിത്തിറക്കി കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ ഒരു വളം ഇടും, കിളപറിക്കും. കിളപറിച്ച് കഴിഞ്ഞാൽ ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഒരു വളം ഇടും. സെപ്റ്റംബറിലെ വളം ഇട്ട് കഴിഞ്ഞേക്കാണ് അടിവളം ഒന്ന് കൊടുക്കും. അങ്ങനെ 3 വളമാണ് ഇപ്പോൾ ഇതിന് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന ഈ രൂപത്തിലുള്ള മഞ്ഞളിന് 3 വളം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വിളവെടുക്കൽ ഡിസംബറിലായിരിക്കും. ഡിസംബറിലാണ് ഇതിൻ്റെ വിളവെടുപ്പ്. കാരണം
ഇതിന് കാര്യമായിട്ട് നന വേണ്ട, കാലാവസ്ഥയ്ക്ക് യോജിച്ച രൂപത്തിലുള്ള കൃഷിയാണ് മഞ്ഞൾ കൃഷി. പക്ഷേ ഇന്ന് ഇറക്കുന്നപ്പോൾ ഓരോ വിത്ത് ഐറ്റത്തിനും നന വേണമെന്നാണ് കിട്ടുന്ന നിർദ്ദേശങ്ങൾ. ജൈവ മഞ്ഞൾ എത്രയുണ്ടെങ്കിലും എടുക്കാൻ വിപണിയിൽ ആവശ്യക്കാരുണ്ട്. അതിനാൽ വിൽപ്പന ഒരിക്കലും ഒരു പ്രശ്നമായിട്ടില്ല. എങ്കിലും ലാഭത്തിന് സലീമിന്റെ കയ്യിലുള്ള പട്ടികയിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്ഥാനം പോലും നൽകിയിട്ടില്ല. നല്ല നിലവാരമുള്ള ഉൽപ്പന്നം വിളയിച്ചെടുക്കുക എന്നതും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃഷിരീതിയെക്കുറിച്ചുമുള്ള അറിവ് ജനങ്ങൾക്ക് നൽകുക എന്നതുമാണ് ഈ കൃഷിക്കാരന്റെ മുൻഗണനാ പട്ടികയിലുള്ള ലക്ഷ്യങ്ങൾ. ജൈവരീതിയിൽ കൃഷി ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. രാസരീതിയിൽ ചെയ്യുന്ന, രാസവളം ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയും കീടനാശിനികൾ ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയും അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ 50% കൂടുതലാണ് ജൈവരീതിയിൽ കിട്ടുന്ന ഉൽപ്പന്നത്തിന് ഉണ്ടാകുന്നത്. അതിന് പുറമെ കൃഷി ചെയ്യുന്ന നല്ല കർഷകനാണെങ്കിൽ അവന് മനസമാധാനമായിരിക്കും, ഞാൻ ചെയ്തത് ജൈവരീതിയാണ്, ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്തതാണ്, ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതാണ് എന്നുള്ള സംതൃപ്തിയോട് കൂടി ചെയ്യാം. എല്ലാ കൃഷിയും ലാഭത്തിൽ എന്നുള്ള ലാഭത്തെ മാത്രം ലാക്കാക്കി തന്നെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. എന്നാൽ കൂടി കൃഷി എന്ന് പറയുന്നത് നഷ്ടം അല്ല. സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് നല്ല ഒരു തൊഴിൽ മേഖല എന്നുള്ളതിന് ഉപരിയായിട്ട് നമുക്ക് ചെയ്യാനും കിട്ടാനും സാധ്യത. സർക്കാരിൽ നിന്ന് ജൈവരീതി കൃഷിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് സംരംഭങ്ങളുണ്ട്, വിത്ത് കിട്ടുന്നുണ്ട്, വളം, അതിന് പുറമെ ചിലവഴിക്കുന്ന കാശിൻ്റെ 50% നമ്മൾക്ക് കൃഷി ഭവൻ വഴിക്ക് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ജൈവരീതിയിലേക്ക് ജനങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മുടെ നാടിനും നമ്മുടെ കുടുംബത്തിനും നമ്മൾക്കും നന്മയായിരിക്കും. അമിതമായ ലാഭചിന്ത കൃഷിയിടങ്ങളിലെ ഒത്തുതീർപ്പിന് വഴങ്ങാൻ കർഷകരെ പ്രേരിപ്പിക്കുന്ന ഘടകമാണെന്ന യാഥാർത്ഥ്യം സലീം തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിന്റെ വെളിച്ചമാണ് ജൈവ വഴിയിൽ ഇദ്ദേഹത്തിന് മാർഗദർശകമാകുന്നത്. സത്യസന്ധവും ആദർശാധിഷ്ഠിതവുമായ ഈ സമീപനമാണ് സലീമിനെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലും ഒരു കർഷകൻ എന്ന നിലയിലും വേറിട്ടു നിർത്തുന്നത്. തങ്ങളുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ വീട്ടിൽ കൃഷി ചെയ്യുവാനായി ജനങ്ങളെ പ്രേരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സലീം നമ്മോട് പറയുന്നു. ഇതുമാത്രമാണ് വിപണിയുടെ വഞ്ചനയിൽ നിന്നും രോഗാതുരതയിൽ നിന്നും രക്ഷ നേടുവാൻ ഉത്തമമായ മാർഗം എന്ന സന്ദേശം സലീമിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ജൈവകൃഷി എന്നത് സലീമിനെ സംബന്ധിച്ചിടത്തോളം അടിയുറച്ച ഒരു ആദർശമാണ്. ജൈവമുറകൾക്ക് ആവശ്യമായ വളം നിർമ്മിക്കാൻ 3 അറകളുള്ള വലിയ ഒരു വെർമി കമ്പോസ്റ്റ് സംവിധാനമാണ് വീടിനോട് ചേർന്ന് തയ്യാർ ചെയ്തിരിക്കുന്നത്. – 20 അടി നീളം, 5 അടി വീതി, 2 അടി ആഴത്തിലുള്ള 4 ടാങ്ക് ഉണ്ടാക്കും. ഈ ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ ടാങ്കിലേക്കും നമുക്ക് വാഴപ്പിണ്ടി വേസ്റ്റ്, അതുപോലെ കല്ല്, പേപ്പർ മുതലായവ ഇല്ലാത്ത എല്ലാ വേസ്റ്റുകളും ഇതിലിട്ട് കഴിഞ്ഞാൽ മാലിന്യത്തെ വളമാക്കുക എന്നുള്ളതാണ് ജൈവരീതിയുടെ പ്രാധാന്യം. അതിൽ നിന്ന് വരുന്ന ബർമി വാഷ് നമ്മൾക്ക് കൃഷിയുടെ, അതായത് പച്ചക്കൃഷി, പച്ചക്കറി മുതലായവ കൃഷിയിലേക്ക് ഇതിൻ്റെ ബർമി വാഷ് വെള്ളം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുരുണ്ടിപ്പ് മുതലായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ഈ വളം ഇട്ട് കഴിഞ്ഞാൽ ഇത് കോഴിക്കാഷ്ടം, ചാണകം, കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് മുതലായവ ചേർത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല. ഇത് തന്നെയാണ് ഞാൻ ചാണകം, കപ്പലിൻ്റെ പിണ്ണാക്ക്, ശർക്കര മുതലായവ ഉണ്ടാക്കിയിട്ട് ഇതാക്കിയിട്ടാണ് ഞാൻ തെളിക്കുന്നത്. ഇത് ജൈവ രീതിയിൽ വാഴ ഏകദേശം 7000 വാഴ വരെ ഞാൻ കൃഷി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്.
ഈ സംവിധാനം വഴി മുഴുവൻ വിളകൾക്കും ആവശ്യമായ പോഷണ സമ്പുഷ്ടമായ ജൈവവളവും വെർമി വാഷും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ട്. മണ്ണിന്റെ ജൈവഘടന നിലനിർത്തി കൃഷിയിടത്തെ സമ്പുഷ്ടീകരിക്കുന്നതിലൂടെ ഉൽപാദനത്തിന്റെ അളവും ഉൽപ്പന്നത്തിന്റെ ഗുണവും ഉയർന്ന നിലവാരത്തിൽ എത്തിക്കുവാനുള്ള പരിശ്രമമാണ് തന്റെ മഞ്ഞൾ തോട്ടത്തിൽ സലീം വിജയത്തിലെത്തിച്ചിരിക്കുന്നത്. സ്വന്തം വളം ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. പൂർവികമായിട്ട് ഞങ്ങൾ കർഷക കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇന്നത്തെ രാസവള രീതിയെയും മറ്റെല്ലാത്തിനെയും കണ്ട് മടുപ്പ് തോന്നി ഏതിൻ്റെ പേരിലാണ് ഞാൻ ജൈവ രീതിയിലേക്ക്. ആരംഭകാലത്തിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. രാസവള ലോബിയുടെ എതിർപ്പ് പലതും ഞാൻ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്നതാണ്. കാരണം എവിടെ നോക്കിയാലും ഏത് പത്രം എടുത്താലും ചാനലുകൾ വന്നു കഴിഞ്ഞാലും ജൈവരീതി എന്ന് പറയുന്ന ആ കാലത്ത്, ഞാൻ ആരംഭിക്കുന്ന കാലത്ത് ജൈവരീതി എന്ന് പറയുന്ന തന്നെ ഒരുപാട് വ്യക്തികൾ തന്നെ കളിയാക്കിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹിച്ച് ഇന്ന് ജൈവരീതിയിൽ എല്ലാവരും കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പഞ്ചായത്തിൻ്റെയും ജില്ലയുടെയും ജൈവരീതി എന്നുള്ള ഇതിലാദ്യമായിട്ട് എനിക്ക് പഞ്ചായത്തിൻ്റെത് ജൈവ കർഷകൻ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല കർഷകൻ അവാർഡുകൾ ഒരുപാട് എനിക്ക് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇന്നും ഞാൻ തുടർന്നു പോവുകയാണ്. വിളവെടുത്ത മഞ്ഞൾ മുഴുവൻ തന്റെ വീട്ടുവളപ്പിൽ തന്നെ തണലിൽ ഉണക്കിയെടുത്ത് പൊടിച്ചാണ് വിൽപ്പനയ്ക്കായി ഇറക്കുന്നത്. ഇത്തരത്തിൽ ഉണക്കുന്നതിനായി പാഷൻ ഫ്രൂട്ട് പന്തലിന്റെ ഒരു സ്വാഭാവിക നിഴലിടം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. കുർക്കുമിൻ സമ്പന്നമായ ഉയർന്ന നിലവാരവും ഔഷധമൂല്യവുമുള്ള മഞ്ഞളാണ് ഇങ്ങനെ തയ്യാറാവുന്നത്. ജൈവ കാർഷിക രംഗത്തെ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമായി ഒട്ടനവധി പുരസ്കാരങ്ങളും സലീമിന്റെ കൈകളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന മഞ്ഞൾ കൃഷി ഏകദേശം 4 ഏക്കറിൽ പുറത്ത് വളപ്പിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷി അത് ഇന്ന് എനിക്ക് മാർക്കറ്റ് അന്വേഷിച്ച് ഞാൻ ഒരിക്കലും പോകേണ്ടി വന്നില്ല. ജൈവരീതിക്ക് ഒരിക്കലും ജൈവരീതി ആയതിൻ്റെ പേരിൽ അലഞ്ഞു തിരിഞ്ഞ് പോകേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. ഇന്നും വിളവ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3 മാസം കൊണ്ട് ഇത്രയും സ്ഥലത്തെ മഞ്ഞൾ എനിക്ക് ചിലവാകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അതിന് പുറമെ ഞാൻ ചെയ്യുന്നത് ചേന, ചേമ്പ്, കൊള്ളി, പച്ചക്കറി എല്ലാ ഐറ്റംസും ഉണ്ട്. എൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വിധത്തിലും ഞാൻ അത് മാർക്കറ്റിൽ കൊണ്ടുപോയി അലഞ്ഞു തിരിയേണ്ട ഗതികേട് വന്നിട്ടില്ല. കൃഷി ആകുന്നതിന് മുൻപ് തന്നെ, വിളവാകുന്നതിന് മുൻപ് ഓരോ കടകളിൽ നിന്നും വ്യക്തികളും വിളിച്ച് ചോദിക്കും, എന്തുണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ, ജൈവരീതി ആണെന്ന് വിശ്വാസം ഉള്ളതിൻ്റെ പേരിലാണ്. ആ ജൈവരീതി എന്നുള്ള വിശ്വാസം നമ്മൾ നേടി എടുക്കലാണ്. എന്നിട്ട് നമ്മൾ കൃത്രിമം ചെയ്യാതെ കണ്ട് നിന്ന് കഴിഞ്ഞാൽ ദൈവഗുണമായിരിക്കും, നമ്മൾക്ക് നന്മയായിരിക്കും, നാടിനും നന്മ, നമ്മൾക്കും നന്മയായിരിക്കും. കൃഷികാര്യങ്ങളിൽ മാത്രം ഒതുക്കാവുന്നതല്ല ജൈവ കൃഷിരീതികളോടുള്ള സലീമിന്റെ അഭിനിവേശവും അർപ്പണവും. നാച്ചുറൽ ഹൈജീൻ എന്ന ഒരു പ്രകൃതി ജീവന സംഘത്തിലെ സജീവ അംഗമാണ് ഉത്സാഹിയായ ഈ കർഷകൻ.
നാച്ചുറൽ ഹൈജീൻ പ്രവർത്തകരുടെ പ്രതിമാസ യോഗങ്ങളിലെ ചർച്ചകളും സംവാദങ്ങളുമെല്ലാം സലീമിന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഏത് ഒരാളും 5 സെൻറ്റുള്ള വ്യക്തി പോലും മഞ്ഞൾ കൃഷിയിലേക്ക് വരണമെന്നൊരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. നാടൻ മഞ്ഞൾ, നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന മഞ്ഞൾ ഏതായി കഴിഞ്ഞാൽ ഇന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾ എല്ലാവരെയും ഞാൻ കുറ്റം പറയാനോ മറ്റ് ഖണ്ഡിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുർക്കുമീനെടുത്ത മഞ്ഞളാണ് ഇന്ന് വരുന്നതിൻ്റെ 50%. നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന മഞ്ഞൾ പൊടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് രോഗത്തിന് ശമനമുണ്ടാകും എന്നുള്ളതിന് തെളിവ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് പൊതുജനത്തിനെ അറിയിക്കാം. ഞാൻ ഇന്നൊരു മഞ്ഞൾ കർഷകനായിട്ട് ആണെങ്കിൽ കൂടി തന്നെ മഞ്ഞൾ വ്യവസായിയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളിലേക്ക് എത്തിക്കുക, എനിക്കുണ്ടായിരുന്ന അനുഭവം ജനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. കേരളത്തിലെ ജൈവ കൃഷിയുടെ പ്രമുഖരായ പ്രയോക്താക്കളുമായി സമ്പർക്കം പുലർത്തുന്നതുവഴിയും ആശയവിനിമയം നടത്തുന്നതുവഴിയും തന്റെ അറിവിന്റെ ആകാശം വിസ്തൃതമാക്കുവാനുള്ള നിരന്തര പരിശ്രമവും സലീം നടത്തുന്നുണ്ട്. പുത്തൻ ആശയങ്ങൾ സ്വാംശീകരിക്കുവാനും പുതുപാതകൾ വെട്ടിത്തുറക്കുവാനുമുള്ള അഗമ്യമായ അഭിനിവേശവും സന്നദ്ധതയും ക്രാന്തദർശിയായ ഈ സാമൂഹ്യജീവിയുടെ പ്രകൃതത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു.